കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വരെ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 12 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗം അപ്പോസ്തലൻ ആരംഭിക്കുന്നത്. നാം ഈ ഒരു അധ്യായത്തിൽ മരിപ്പിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് 5 കാര്യങ്ങളാണ് അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. അതിനുശേഷം ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളെക്കുറിച്ച്, വിട്ടുകളയേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളെക്കുറിച്ച് നാം വായിച്ചു 8-ാമത്തെ വാക്യത്തിൽ. ഇവിടെ ധരിക്കേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, മരിപ്പിക്കേണ്ടതിനെ മരിപ്പിച്ചും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചും അല്ലെങ്കിൽ കളയുകയും ചെയ്താൽ മാത്രമേ ഈ ധരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ധരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇതിനു മുമ്പ് പറഞ്ഞതായിട്ടുള്ള 5 കാര്യങ്ങൾ ഇന്ന് ഈ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നതായിട്ടുള്ള 5 കാര്യങ്ങളോട് ചേരാത്ത, അതിന് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ്. വിട്ടുകളവിൻ എന്ന് പറയുന്നിടത്ത് കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളവിൻ. അപ്പൊ അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ലിസ്റ്റ് അല്ല, ഇവയൊക്കെയും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. അസൂയ, അതുപോലെ ഈ ഒരു ഗണത്തിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതില് ഇവിടെ ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, മനസ്സലിവ്, ഈ 5 കാര്യങ്ങളാണ് ഈ 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഈ കാര്യങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം, ഈ 5 കാര്യങ്ങളുമായിട്ട് ഒരിക്കലും ചേരുകയില്ല. ഈ ദൂഷണം പറയുന്ന ഒരാൾക്ക് സൗമ്യതയോ ദീർഘക്ഷമയോ ദയയോ താഴ്മയോ ഒന്നും ഉണ്ടാകാനായിട്ട് കഴിയില്ല. കോപത്തിന്റെ നേരെ എതിരാണ് ഈ ദീർഘക്ഷമ എന്ന് പറയുന്നത്. കോപം, ക്രോധം അവയുടെ എതിരാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ഒക്കെ നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രാഥമികമായിട്ടും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നതിന് തടസ്സമായിരിക്കുന്ന മരിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മരിപ്പിക്കാതെയും, അതുപോലെ തന്നെ സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നതായ വിട്ടുകളയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കളയാതെയും ഇരുന്നാൽ ഇവിടെ നമുക്ക് ധരിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ധരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ധരിക്കുവാൻ കഴിയുന്നതല്ല. പലപ്പോഴും നമ്മൾ ചില സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്നുണ്ടാവുന്നതായ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ ഇനി ഒന്ന് നന്നാകാൻ പോവുകയാണ്, എനിക്ക് ഒത്തിരി കുറവുകളൊക്കെ ഉണ്ട്, ബലഹീനതകളൊക്കെ ഉണ്ട്, ചില തെറ്റായിട്ടുള്ള ശീലങ്ങളൊക്കെ എനിക്കുണ്ട്, ഞാൻ ഇനി അതിൽ നിന്നൊക്കെ വിട്ടൊന്ന് നന്നാകാൻ പോവുകയാണ് എന്ന് തീരുമാനിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നന്നാകാനായിട്ട് എത്ര ശ്രമിച്ചാലും സാധിക്കുന്നില്ല എന്നുള്ളതായ ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം ആളുകളും അങ്ങനെ പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചയമാണല്ലോ. ഇതൊന്നും സാധിക്കുകയില്ല. അപ്പൊ അവസാനം അവരെ എത്തിച്ചേരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആർക്കും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമൊന്നുമല്ല. അതിനകത്ത് അത് സാധിക്കില്ല. ആരൊക്കെ അങ്ങനെ ജീവിച്ചിട്ടുള്ളത്, നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില വാക്കുകളിലേക്ക് അവര് ആത്യന്തികമായി എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, അവരിൽ വിട്ടുകളയേണ്ടതായിട്ടുള്ള പല സ്വഭാവങ്ങളും വിട്ടുകളയാതെ ചില കാര്യങ്ങൾ നേടുവാനോ അല്ലെങ്കിൽ രൂപപ്പെടുത്തുവാനോ അല്ലെങ്കിൽ നമുക്ക് മാറുവാനോ ഒക്കെ ആഗ്രഹിച്ചാൽ
അതൊരിക്കലും സാധ്യമല്ല. കോപവും ക്രോധവും ശാഠ്യവും ദ്വന്ദ്വപക്ഷവും ഉള്ളതായിട്ടുള്ള ഒരു ഹൃദയത്തിന് ഒരിക്കലും ഈ സൗമ്യതയും താഴ്മയും ദീർഘക്ഷമയും ദയയും മനസ്സിൽ ഒന്നും കൊണ്ടുവന്ന് വെക്കാനായിട്ട് കഴിയില്ല. കാരണം ഇത് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങളായ അല്ലെങ്കിൽ വിരുദ്ധങ്ങളായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളാണ്. നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെക്കുറിച്ച് ഇതിൻ്റെ മുമ്പ് നമ്മൾ പഠിക്കുകയുണ്ടായി. ക്രിസ്തുവിൽ നടക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ക്രിസ്തുവിലോട് ചേരുവാൻ സ്നാനമേറ്റവരായിട്ടുള്ള നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം പഠിച്ചത്, നാം വായിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും ധരിക്കണം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ആത്മീയമായി നാം ക്രിസ്തുവിലായിത്തീരുന്നു, ക്രിസ്തു നമ്മിലുമായിത്തീരുന്നു. എന്നാൽ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളായിരിക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിരിക്കുന്നത്. ഒരാൾ ക്രിസ്തുവിനെ ധരിച്ചോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട് നമുക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയില്ല. ക്രിസ്തു ഇവരുടെ ഹൃദയത്തിലുണ്ടോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയില്ല, പരീക്ഷിച്ചറിയുവാനായിട്ടും കഴിയില്ല. എന്നാൽ അത് നമുക്ക് അറിയാൻ കഴിയുന്നതായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ അവരിൽ ഉണ്ടാകും. അപ്പോൾ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്നും ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മഹാദയയും ദീർഘക്ഷമയും ഉള്ളവൻ എന്നാണ് നാം പഴയ നിയമത്തിലും സങ്കീർത്തനങ്ങളിലും പുതിയ നിയമത്തിലും ഒക്കെ വായിക്കുന്നത്. തൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദീർഘക്ഷമയെക്കുറിച്ചും ദയ എന്ന് പറയുമ്പോൾ മഹാദയ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദയയെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് ആകാശം ഭൂമിക്ക് മേതെ ഉയർന്നിരിക്കുന്നത് പോലെ ഉയർന്നിരിക്കുന്നു എന്നാണ്, വലുതായിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ ഒരാൾ ധരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു, ക്രിസ്തുവിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഏക വഴി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുള്ള ഈ മേഖലകളിലൊക്കെ ഉള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇവ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ആളുകൾ നമ്മെ കാണുമ്പോൾ നമ്മളുടെ വസ്ത്രമാണ് കാണുന്നത്. അപ്പോൾ ഒരാൾ ദീർഘക്ഷമ ധരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലിവ് ധരിക്കുന്നു, സൗമ്യതയും താഴ്മയും ഒക്കെ ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ മനുഷ്യരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മുടെ ഈ വിധമുള്ള സ്വഭാവ ഗുണങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എവിടുന്നാണ് നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ സൗമ്യതയുടെയും താഴ്മയുടെയും ഒക്കെ ഉറവിടം, സോഴ്സ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് കർത്താവ് തന്നെയാണ്. കർത്താവിനെ ധരിച്ചിരിക്കുന്നവരിൽ നിന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാകും. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ പഠിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് കർത്താവിൻ്റെ മുഖം ഏൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നിയന്ത്രണത്തിനുള്ളിൽ നിലനിൽക്കുക. എന്തിനാണ് നുകം എന്നുള്ളതായിട്ടുള്ള വാക്ക് നമുക്കറിയാമല്ലോ. ഒരുപക്ഷെ പഴയ തലമുറയിലായിരിക്കും നമുക്കറിയാം. ഈ കാള പൂട്ടുന്നതിന്, വയലിലൊക്കെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി കാള പൂട്ടുന്നതിന് കാളയുടെ അല്ലെങ്കിൽ പോത്തിൻ്റെ ഒക്കെ കഴുത്തിൽ വെച്ച് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഉപകരണമാണ് നുകമെന്ന് പറയുന്നത്. അത് ആ ഒരു ഉഴുവാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും ആ മൃഗത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ഈ അകലമൊക്കെ, ഈ രണ്ട് മൃഗങ്ങളും നടക്കുന്നതായിട്ടുള്ള അകലം ക്രമീകരിച്ച് അങ്ങനെ ഭംഗിയായി അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ നുകം, അതായത് കർത്താവിൻ്റെ നിയന്ത്രണം നമ്മിൽ നാം സ്വമേധയാ സ്വീകരിക്കുമ്പോൾ, അതായത് കർത്താവിന് നമ്മെ നിയന്ത്രിക്കുവാനായിട്ടുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നാം ദൈവത്തിനെ കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് കർത്താവിൽ നിന്ന് പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആദ്യം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ നാം ആദ്യം വായിച്ചതുപോലെയുള്ള മരിപ്പിക്കേണ്ടതായിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശനം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള
ജീവിത ക്രമീകരണങ്ങൾ, മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുമാത്രമല്ല, അതിനുശേഷം നമ്മുടെ സഹവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായിരിക്കുന്ന ഈ കോപവും ക്രോധവും ഈർഷ്യയും ദൂഷണവും ദുർഭാഷണവും ഒക്കെ വിട്ടുകളയണം. ഇത് രണ്ടും വിട്ടുകളയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കർത്താവിനെ നാം ധരിച്ചിരിക്കുന്നു. കർത്താവിനെ ധരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ഈ സ്വഭാവങ്ങളൊക്കെയും, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഈ സ്വഭാവ ഗുണങ്ങളൊക്കെയും നമുക്ക് ഉണ്ടായിരിക്കും, അതുണ്ടായി വരും എന്നുള്ളതാണ്. അവിടെ 12ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി, അപ്പൊ 3 വിശേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ കൊലോസ്യയിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിന്റെ വൃദ്ധന്മാർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ. നമുക്കറിയാമല്ലോ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ് എന്നുള്ള സത്യത്തെ നാം അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ വിശുദ്ധന്മാർ എന്ന് വെച്ചാൽ വേർതിരിക്കപ്പെട്ടവർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട പ്രിയരായിട്ടുള്ള ആളുകൾ. എത്രയോ നാം യഥാർത്ഥത്തിൽ ഒരു ദൈവപൈതലാണെങ്കിൽ, നാം കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട് കർത്താവിന്റെ വഴിയെ പോകുന്ന ഒരാളാണെങ്കിൽ, നമ്മെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഈ പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. നമുക്കറിയാമല്ലോ, ഇവിടെ ഏതെങ്കിലും ഒരു കമ്പനി ഒരാളെ ഒരു നല്ല ജോലിക്ക് തിരഞ്ഞെടുത്താൽ അതിനെക്കുറിച്ച് അഭിമാനിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ഈ ലോകത്തിലെ പ്രാധാന്യമുള്ള ഏതെങ്കിലും സ്ഥാനത്തെത്തിയാൽ അതിനെക്കുറിച്ച് നമുക്ക് വളരെ അഭിമാനം തോന്നാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരും ദൈവത്തിന്റെ പ്രിയരുമായി തീരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അഭിമാനിക്കാനായിട്ട് മറ്റെന്താണ് വേണ്ടത്? അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഇതൊക്കെയാണ്. ഇതുണ്ടായേ തീരൂ. കാരണം ദൈവം തിരഞ്ഞെടുത്ത് തനിക്ക് വേണ്ടി വേർതിരിച്ച് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളതായ ദൈവീക പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തെ അടിമുടി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവത്തെ തികച്ചും മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മേഖലകളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കർത്താവിനെ, നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി, ഒരു കണ്ണാടിയിൽ എന്ന പോലെ കർത്താവിനെ പ്രതിബിംബിക്കുന്നവരായി എന്നാണ് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിച്ചത്. ക്രിസ്തുവിനെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ് നാം ക്രിസ്തുവിനെ കുറിച്ച് ആളുകളോട്, അല്ലെങ്കിൽ സുവിശേഷം ആളുകളോട് പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പക്ഷെ നാം സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ കേൾക്കുന്നതായിട്ടുള്ള വാക്കുകളോട് ചേർന്ന് അവർ കാണുന്നതായിട്ടുള്ള വ്യക്തികളുമുണ്ട്. നാം ജീവിക്കുന്നതായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സ്വന്തം ഭവനത്തിൽ, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ സമൂഹത്തിലൊക്കെയും നമ്മെ കാണുമ്പോൾ ആളുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള നമ്മളിലുള്ളതായ പ്രത്യേകത എന്ന് പറയുന്നത് മനസ്സിലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും അങ്ങനെയുള്ള സ്നേഹം, ഇതൊക്കെ നമുക്കറിയാമല്ലോ. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന, നാമുമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ആളുകളായിട്ട് നാം തീരണം. ഇതിന് പകരം കോപവും ക്രോധവും ഈർഷ്യയും വായിൽ നിന്ന് വരുന്ന ദൂഷണവും ദുർഭാഷണവും ഒക്കെയാണ് നമ്മിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ നാം പറയുന്നതായിട്ടുള്ള സുവിശേഷം യഥാർത്ഥത്തിൽ യാതൊരു വക പ്രയോജനവും ചെയ്യില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവ ധരിച്ചുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുടർമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തുടർമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണമെങ്കിൽ അത് നമ്മളുടെ ഒരു സ്വഭാവ വിശേഷമായി, അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്നതായിട്ടുള്ള ഒരു രൂപാന്തരമായിട്ട് നമുക്ക് അത് തീരണം. പലപ്പോഴും നമുക്ക് ഇങ്ങനെ മനസ്സരിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ഒക്കെ അഭിനയിക്കുവാനായിട്ട് കഴിയും. ഒട്ടും ക്ഷമിക്കാൻ കഴിയാത്തതായിട്ടുള്ള ആളുകളാണെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും
അകൽച്ചയും ഒക്കെ പുലർത്തിക്കൊണ്ട് തന്നെ പുറമെ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യ അല്ലെങ്കിൽ ബാഹ്യമായി ഒന്നും മിണ്ടാതിരുന്നാൽ അത് ക്ഷമിച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ മറ്റുള്ളവരെ നമുക്ക് അങ്ങനെ ധരിപ്പിക്കാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നമ്മളുടെ ജീവിതത്തിന്റെ, നമ്മളുടെ മനസ്സിന്റെ, നമ്മുടെ കാഴ്ചപ്പാടിന്റെ യഥാർത്ഥ പ്രതിഫലനമായിരിക്കണം നമ്മളുടെ പുറത്തേക്ക് നാം കാണിക്കുന്നത്. താഴ്മയും സൗമ്യതയും അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് നാം താഴ്മയുള്ളവരായി തീരുന്നില്ല. അതിനെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലാത്തതായിട്ടുള്ള താഴ്മയെക്കുറിച്ച് നാം പഠിച്ചുവല്ലോ. ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള താഴ്മ എന്ന് പറയുന്നത് ദൈവാത്മാവ് നമ്മിൽ വരുത്തുന്നതായിട്ടുള്ള പരിവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മളിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതായ കാര്യമാണ്. അതുപോലെ തന്നെ ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ പോലും, നാം കോപമൊന്നും കാണിച്ചില്ല, ശാഠ്യം കാണിച്ചില്ല, ക്രോധം കാണിച്ചില്ല, പക്ഷെ ഉള്ളിൽ ഒരു വലിയ തീ നാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പുറമേ ഒന്നും കാണിക്കാതിരിക്കുന്നതാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഉള്ളിൽ ഒരു മനോഭാവവും പുറമേ മറ്റൊന്നും കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് കപടത അല്ലെങ്കിൽ കാപട്യം എന്നുള്ളത്. എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. ഇപ്പൊ അന്യോന്യം പൊറുക്കണമെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രാഥമികമായ ചിന്താവിഷയം എന്ന് പറയുന്നത്. ഈ മനസ്സരിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ അന്യോന്യം പൊറുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ ഇവിടെ സഭയിൽ ഒരു വഴക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. വഴക്കുണ്ടാകുന്നതിനെ കുറിച്ചുള്ള താല്പര്യവും നമുക്ക് ആർക്കുമില്ല. എന്നാൽ സഭയിൽ വഴക്കുണ്ടാകില്ല എന്നൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. മനുഷ്യർ തമ്മിൽ ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് സഭയിൽ ആത്മീയമായ വ്യത്യസ്തമായിട്ടുള്ള പക്വതയും നിലവാരവും ഉള്ളതായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ വീണുപോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പ്രകോപിതരാകുന്ന വിശ്വാസത്തിൽ ബലഹീനരായിട്ടുള്ള ആളുകളും സഭയിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ വഴക്ക് സഭയിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നിങ്ങളുടെ സഭയിൽ ഒരു വഴക്കും ഉണ്ടാകരുത് എന്നുള്ളതല്ല. നമുക്കറിയാമല്ലോ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴും നിങ്ങളുടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് തീർപ്പാൻ ജ്ഞാനിയായ ആരും നിങ്ങളുടെ ഇടയിൽ ഇല്ലേ എന്നുള്ള ചോദ്യം പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ വഴക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വഴക്കുണ്ടായി എന്നുള്ളത് ഒരു സഭയിൽ ഒരിക്കലും ഒരു സഭയുടെ പരാജയമായിട്ടോ കുറവായിട്ടോ കാണേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എന്നാൽ വഴക്കുണ്ടായതിനെ പരിഹരിക്കുവാനായിട്ട്, ദൈവസ്നേഹത്തിൽ പരിഹരിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു സഭയുടെ പരാജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ പരാജയം എന്ന് പറയുന്നത്. കാരണം നാം പരീക്ഷയൊക്കെ നമുക്ക്, അതായത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നേരിടേണ്ടതായിട്ടുള്ള പല പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകളിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നാം ഒന്ന് തോറ്റു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പരീക്ഷയിൽ തോറ്റു എന്ന് വിചാരിച്ചുകൊണ്ട് അത് ആത്യന്തികമായിട്ടുള്ളൊരു തോൽവിയല്ല, നമുക്ക് വീണ്ടും വിജയിച്ചു പോകാനായിട്ടുള്ള സാധ്യത ദൈവം നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വഴക്കുണ്ടായാൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഴക്കുണ്ടായി എന്നുള്ളത് അതിൽ തന്നെ ഒരു കുറവാണ്. എന്നാൽ അതിൽ തന്നെ അതൊരു പരാജയമല്ല, അതൊരു നമ്മൾ നിരാശപ്പെടേണ്ടതായിട്ടുള്ള കാര്യവുമല്ല. എന്നാൽ വഴക്കുണ്ടായിട്ട് അതിനെ യോഗ്യമായി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് പല ആളുകളെയും എന്ത് കാര്യത്തെക്കുറിച്ച് വഴക്കുണ്ടായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പല നിലകളിലാണ് അത് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. ആരെങ്കിലും ഒരാള് ഒരു തെറ്റായിട്ടുള്ള പ്രവണത സഹോദരന്മാർ കാണിച്ചെങ്കിൽ ആ സഹോദരനെ അത് തിരുത്തേണ്ടത് ആവശ്യമാണ്. അറിയാമല്ലോ, ഒരു സഹോദരൻ തെറ്റിയാൽ അവന് കുറ്റം ബോധം വരുത്തുക, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. അപ്പോൾ തിരുത്തി കൊടുത്തിട്ട് ക്ഷമിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും സഭയിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഏകപക്ഷീയമായി ക്ഷമിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുമെന്നാണ്. പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ
നമ്മളോട് ക്ഷമിച്ചത് ഒരു വലിയ ദീർഘക്ഷമയാണ്. നമ്മളോട് ഒന്നിനും ഒരു പരിഹാരം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഏകപക്ഷീയമായിട്ടാണ് എല്ലാം ക്ഷമിച്ചത്. അതുപോലെ ഏകപക്ഷീയമായിട്ട് ക്ഷമിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും സഭയിൽ ഉണ്ടാകാം. പ്രത്യേകിച്ച് വളരെ ശൈശവാവസ്ഥയിലുള്ള വിശ്വാസികളുടെ കാര്യത്തിലും അത്തരം വഴക്കുകളോ പ്രശ്നങ്ങളോ ഭാവിയിൽ കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ അതൊക്കെ ഏകപക്ഷീയമായിട്ട് ക്ഷമിക്കുന്നതിൽ അപാകതയില്ല. എന്നാൽ കൂടുതൽ തെറ്റിപ്പോകുന്ന ഏതെങ്കിലും മേഖലകളോ ആളുകളോ ഒക്കെ ആണെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടതും ആവശ്യമാണ്. ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ എത്ര വട്ടം ക്ഷമിക്കണം എന്ന് 7 വട്ടം മതിയോ എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് എന്ന് പറഞ്ഞ മറുപടി എന്താണ്? 70 വട്ടം എന്നാണ്. 70 വട്ടം. എന്നാൽ ഈ 70 വട്ടം ക്ഷമിക്കാൻ ആവശ്യമില്ലാത്ത ഒരു പാപത്തെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. ഒരുവൻ സഭയിലെ ഭിന്നത ഉണ്ടാക്കുന്നുവെങ്കിൽ 1-2 വട്ടം പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക എന്നുള്ളതാണ്. ആ ഒരു പാപത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 1-2 വട്ടം ക്ഷമിച്ചാൽ മതിയാകുന്നതാണ്. അതിനപ്പുറം ക്ഷമിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം ഈ ഭിന്നത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവസഭയെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പാപമാണ്. അത് ക്രിസ്തുവിന്റെ ശരീരത്തെ വെട്ടിമുറിക്കുന്ന ഒരു പരിപാടിയാണത്. അതുകൊണ്ട് ഈ സഭയിൽ ഭിന്നത ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ വലിയ പാപം, അതിന് അങ്ങനെ 70 വട്ടം ക്ഷമിക്കുക എന്ന് പറയുന്ന പ്രമാണം ബാധകമാകുകയില്ല. കാരണം ക്രിസ്തുവിനെ തന്നെ, ക്രിസ്തുവിന്റെ സഭയെ വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തെ വെട്ടിമുറിക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ സഭകളെ തകർത്ത് തരിപ്പണമാക്കി, ആളുകളെ ചിഹ്നിച്ച്, അന്യോന്യമുള്ള സ്നേഹമൊക്കെയും കളഞ്ഞ്, ബന്ധങ്ങളെ കളഞ്ഞ്, നമുക്കറിയാമല്ലോ അങ്ങനെയൊക്കെയുള്ള വളരെ ജഡികന്മാരും പ്രാകൃതന്മാരുമായിട്ടുള്ള ആളുകൾ അനേക സഭകളിലും ഉണ്ടായി. അനേക സഭകളും അതിന്റെ പേരിൽ നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പാപത്തെ സംബന്ധിച്ച് ഒരു ഒഴിവ് ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. 14-ാമത്തെ വാക്യത്തിൽ എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. അപ്പോൾ ഇവിടെ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ ഇതൊക്കെയും ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒക്കെ മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു ഓവർകോട്ട് ഇടുന്നത് പോലെ, സാധാരണ നോർമൽ വസ്ത്രം ധരിച്ചതിന് ശേഷം പല ദേശങ്ങളിലും, ഒരുപക്ഷെ നമ്മുടെ ദേശത്തുമൊക്കെ അതിന് മുകളിൽ ഒരു കോട്ടിടും. ഓവർകോട്ട് എന്ന് നമ്മൾ സാധാരണ പറയുന്ന സ്യൂട്ട് എന്നൊക്കെ പറയുന്ന വേഷത്തിൽ അങ്ങനെയുണ്ട്. ഇതിന്റെ എല്ലാം മീതെ എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. അപ്പോൾ ഈ സ്നേഹമാണ് നമ്മെ ഈ എല്ലാ മേഖലകളിലും നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്നുള്ളതാണ്. അതെന്താണ് സ്നേഹം? അങ്ങനെ സമ്പൂർണതയുടെ ബന്ധം എന്ന സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാൽ നമുക്കതവിടെ വളരെ വിശദമായിട്ട് നമുക്കത് കാണാനായിട്ട് കഴിയും. സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം എന്ന് പറയുന്നത് കൊണ്ട് സ്നേഹത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? അത് ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പെറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അപ്പോൾ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം എന്ന് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, യഥാർത്ഥത്തിലുള്ളതായ ദൈവത്തോടുള്ള സ്നേഹം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ സ്നേഹം നമ്മെ നമ്മുടെ സഹവിശ്വാസികളെ സ്നേഹിക്കുന്നതിനെ പ്രാപ്തരാക്കുകയും അതുപോലെ തന്നെ
സഹവിശ്വാസികളുമായിട്ടുള്ള ആത്മീക ഐക്യവും ബന്ധവും നമുക്ക് സൂക്ഷിക്കുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യും. ഈ സ്നേഹം ഇല്ലാതെ ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ഉളവാകണം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും സാധിക്കുകയില്ല. സ്നേഹം നമ്മളിലേക്ക് പകരപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നമ്മളിലേക്ക് പകരപ്പെട്ടതായിട്ടുള്ള ആ സ്നേഹം കൊണ്ട് നാം ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ ഉളവാകുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മാവിന്റെ ഫലം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മളിൽ ഉളവാകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എവിടെയൊക്കെയോ ചില വശപ്പിശകുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ക്രമപ്പെടുത്തേണ്ടതായിട്ടുള്ള പല മേഖലകളിലും നമുക്ക് ഉണ്ട് എന്നൊക്കെ നാം അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരാളൊരു പാപത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കറിയാമല്ലോ, അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായി വ്യക്തിയുടെ ജീവിതത്തിൽ. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ അഥവാ യേശുവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് അവരുടെ അവയവങ്ങളെ പാപത്തിന് കൊണ്ടുപോയി സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പൊ ഇതൊക്കെ ജീവിതത്തെ പരിശോധിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള മാനസാന്തരം നമ്മളിൽ ഉളവാകുന്നതിനും ഇടയാകേണ്ടതാണ്. എല്ലാറ്റിനും ഇത് സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം നിരപ്പിൻ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായി ഇരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അല്ലെ, കർത്താവ് പറഞ്ഞതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പരിശോധിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നമുക്ക് തന്നെ ഇന്ന് പരിശോധിച്ചാൽ, ലോകം തരാത്തതായ ദൈവം വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള ആ ഒരു സമാധാനം നമ്മളുടെ ജീവിതത്തിൽ നാം ആസ്വദിക്കുന്നവരാണോ? അങ്ങനെ ഒരു സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നുണ്ടോ? സമാധാനം വാഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തുടർമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വാഴുക എന്ന് പറയുന്നത് കുറച്ചു നേരം വാഴുക, പിന്നെ വാഴാതിരിക്കുക, അങ്ങനെയൊന്നും അല്ലല്ലോ. അതായത് ജീവിതം ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും, ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും ദൈവം നൽകുന്നതായിട്ടുള്ള, അതിനെക്കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാം പഠിച്ചത്, സകല ബുദ്ധിയെയും കവിയുന്നതായിട്ടുള്ള ദൈവിക സമാധാനം എന്നാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കും എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളിൽ ഒരു ദൈവിക സമാധാനം വാഴുന്നുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു വാഴുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നാം യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ വഴിയിൽ തന്നെയാണ്. അല്ല, നാം ഇപ്പോഴും ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഉള്ളിൽ ഞരങ്ങിയും പിറുപിറുത്തും ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ നാം ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷമോ സമാധാനമോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരല്ല. അനേകരും പരാതിയും പിറുപിറുപ്പും മറ്റുള്ളവരെ കുറിച്ചുള്ളതായിട്ടുള്ള പരാതികള്, സ്വയത്തെക്കുറിച്ചുള്ളതായ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള പരാതികളും, അതുപോലെ തന്നെ അവർ ബന്ധപ്പെടുന്ന ആളുകളെ എല്ലാവരെയും അവർക്ക് പൊതുവിൽ യാതൊരു താല്പര്യവുമില്ലാത്തതായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, ഈ അന്യോന്യമുള്ളതായ ബന്ധം, അതിനെക്കുറിച്ചാണല്ലോ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചത്. ഈ ബന്ധം നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഈ സമാധാനം അവരുടെ ഹൃദയത്തിൽ വാഴുവാനായിട്ട് സാധിക്കുള്ളൂ. ഈ സ്നേഹവും ഈ ബന്ധവും സൂക്ഷിക്കാൻ കഴിയുന്നവർക്ക്, അത് സൂക്ഷിക്കുന്നത് എന്തിലൂടെയാണ്? സ്നേഹത്തിലൂടെയാണ്. ആ സ്നേഹത്താൽ അത് സൂക്ഷിക്കപ്പെടുമ്പോൾ അവിടെ വലിയ ദീർഘക്ഷമയുണ്ട്, അവിടെ സൗമ്യതയുണ്ട്, താഴ്മയുണ്ട്. അതെല്ലാം വരുമ്പോഴാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ വാഴുവാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വിരോധം നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു അസൂയ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം ഉണ്ടാകുകയില്ല, അല്ലെ? നമ്മൾ അസ്വസ്ഥരായിരിക്കും. അപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു ആന്തരിക സമാധാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പാപത്തിൽ വീണെടുക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതെ പാപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു ജീവിത സമാധാനം അനുഭവിക്കുവാനായിട്ട് കഴിയില്ല. അവരെപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയിലായിരിക്കും അവരുടെ ജീവിതം എന്ന് പറയുന്നത്.
മറ്റുള്ളവരോടുള്ള നമുക്കറിയാമല്ലോ, ഒരു ശരീരമായി നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നാണ്. അതിനല്ലോ നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. അപ്പോൾ ഒരു ശരീരം ആയി ഇരിക്കുമ്പോൾ ഈ സമാധാനം വാഴണമെങ്കിൽ അതൊരു ശരീരം പോലെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ക്ഷമിക്കാത്ത പ്രശ്നമുണ്ടെങ്കിൽ, എന്തെങ്കിലും കോപമോ ക്രോധമോ ശാഠ്യമോ ദ്വന്ദ്വപക്ഷമോ അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതൊരു ശരീരമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഒരു ശരീരമായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവിടെ ഒരിക്കലും ഈ ദൈവം നൽകിയതായിട്ടുള്ള ഈ സമാധാനം ആ ഹൃദയങ്ങളിൽ വാഴുവാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ ഒരു ശരീരമായി ഒരു സഭ പ്രവർത്തിക്കുമ്പോൾ, ഒരു യൂണിറ്റ് ആയിട്ട് സഭ പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവിക സമാധാനത്തിന് പ്രസക്തിയുണ്ട്. ദൈവിക സമാധാനം അവിടെ അനുഭവിക്കുവാനായിട്ട് ആളുകൾക്ക് കഴിയും. അതല്ല എങ്കിൽ അങ്ങനെ എനിക്ക് സഭയിൽ നിന്ന് വേർപെട്ടുകൊണ്ട് സ്വാർത്ഥമായ കാര്യങ്ങളിൽ സ്വാർത്ഥമായ രീതിയിൽ ജീവിക്കുന്നവർക്ക് അവരിൽ തന്നെ ഉള്ളതായ ചില ജഡികമായിട്ടുള്ള സമാധാനമൊക്കെ ഉണ്ടാകും. എന്നാൽ അങ്ങനെ ഓരോരുത്തരും സ്വയമായി അവരുടെ തൃപ്തിക്കനുസരിച്ച് അനുഭവിക്കുന്നതായിട്ടുള്ളൊരു സമാധാനമല്ല ഒരു സഭയിൽ നാം അനുഭവിക്കുന്നത്. ആ സഭയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അവരുടെ കൂട്ടായതായിട്ടുള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നതായിട്ടുള്ളൊരു സമാധാനമുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഒരു ബന്ധമുണ്ട്. അത് അനുഭവിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹവും സ്നേഹത്തിന്റെ വീതിയും ഉയരവും ആഴവും ഒക്കെ സകല വിശുദ്ധന്മാരോടും കൂടെ അറിയേണ്ടതിന് എന്നാണ് നമ്മൾ പഠിച്ചത്. എഫേസ്യർക്കെഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നാം അങ്ങനെയാണ് പഠിച്ചത്. പ്രിയമുള്ളവരെ, അങ്ങനെ സകല വിശുദ്ധന്മാരോടും കൂടെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായ കാര്യമാണ് ഈ ദൈവസ്നേഹത്തെ അറിയുക, അല്ലെങ്കിൽ ഈ ആത്മീയമായിട്ടുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കുക എന്ന് പറയുന്നത്. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടു. നമ്മളെ ആരെയും സ്വന്തമായിട്ട് ദൈവം വിളിച്ച് അങ്ങനെ നിലനിർത്തിയിരിക്കുകയല്ല. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒരു പ്രാദേശിക സഭയിലാണ് ഒരു വ്യക്തിയുടെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിന്റെ വളർച്ചയും അവരുടെ പ്രയോജനവും ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉളവാകുന്നു, അല്ലെങ്കിൽ വളരുന്നു, ആത്മഫലം അവരിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളതൊക്കെ തെളിയിക്കപ്പെടുന്നതും അതുപോലെ തന്നെ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതും ഒരു സഭയിൽ മാത്രമാണ്. ഒറ്റപ്പെട്ട് ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുന്നത്, അവരുടെ ദീർഘക്ഷമ എങ്ങനെയാണ് വെളിപ്പെടുന്നത്, അവരുടെ സൗമ്യത എങ്ങനെയാണ് വെളിപ്പെടുന്നത്, അതൊന്നും വെളിപ്പെടുവാനായിട്ട് കഴിയുന്നതല്ല. അതൊക്കെ ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ മാത്രം വെളിപ്പെടാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇന്ന് അനേകരും സഭ എന്ന് പറയുന്നത് അവർക്ക് ഞായറാഴ്ച പോയി ഒരു മീറ്റിങ്ങിന് കൂടി അതിൽ തൃപ്തി അടഞ്ഞ് തിരിച്ചു പോകുവാനായിട്ടുള്ള ഒരു ഭൗതിക ക്രമീകരണം മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ സഭ ഒരിക്കലും അങ്ങനെ ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംവിധാനമല്ല. അത് നമ്മളുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും പോഷണത്തിനും ദൈവസ്നേഹത്തിന്റെ തലങ്ങൾ അനുഭവിക്കുന്നതിനും വേണ്ടി, അതുപോലെ തന്നെ സമാധാനമൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ക്രമീകരണമാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയെ സംബന്ധിച്ച് നാം എത്ര പഠിച്ചാലും അത് തീരുകയില്ല. സഭയുടെ ഗൗരവം എത്ര വിശദീകരിച്ചാലും അത് തീരുകയില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സഭ ഒരു മഹാ അത്ഭുതം തന്നെയാണ്, ദൈവിക പരിപാടി. നന്ദിയുള്ളവരായി ഇരിപ്പിൻ. ആരോടാണ് നന്ദി ഉണ്ടാവേണ്ടത്? ദൈവത്തോടാണ് എല്ലാറ്റിനും. ഇങ്ങനെ ഇതിനു മുമ്പ് നാം വായിച്ച വാക്യങ്ങളിൽ നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ പ്രിയരായി വിശുദ്ധന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ആളുകളായി തീരുന്നതിൽ ഉള്ളതായ നമ്മുടെ സന്തോഷവും ദൈവത്തോടുള്ള നന്ദിയും, അതുപോലെ തന്നെ വീണ്ടും ജന്മത്തിലൂടെ നമുക്ക് കൈവരിക്കുന്നതായിട്ടുള്ള ദൈവികമായ സ്വീകാര്യതയ്ക്കും ഒക്കെ എപ്പോഴും നന്ദിയുള്ളവരായിട്ട് നാം ഇരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ആളുകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള നിത്യമായ കാര്യങ്ങളെക്കുറിച്ച് നന്ദിയില്ലാതെ നമുക്കൊരു പക്ഷേ താൽക്കാലികമായിട്ട് നമുക്ക് ലഭിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മളുടെ ആവശ്യങ്ങൾ ഒരു പക്ഷേ
സാധിക്കാത്തതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പിറുപിറുക്കുന്നവരായിട്ട് നാം ഇരുന്നാൽ ഒരിക്കലും ഈ ക്രിസ്തീയ സന്തോഷമോ സമാധാനമോ നമുക്ക് അനുഭവിക്കാനായിട്ടോ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഏക ശരീരമായിട്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ദൈവ മക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായുള്ള ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ചും അതുപോലെ തന്നെ സഭയായി നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടിക്കായിട്ട് നമ്മെ തന്നെ തയ്യാറാക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഈ കാര്യങ്ങൾ സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.